അധ്യായം 13. സമ്മർ വെക്കേഷൻ. രാമൻ നായർ. അയാളെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് കൈസർ. രാമൻ നായർക്കരികിൽ 8-10 നാളികേരവുമുണ്ട്. എല്ലാവരെയും കണ്ടപ്പോൾ രാമൻ നായരുടെ മുഖം കുനിഞ്ഞു. കൈസർ അനുസരണയോടെ പഹലയുടെ അടുത്ത് വന്നു. ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായോ പട്ടിയെ വളർത്തുന്നതിന്റെ ആവശ്യം? പഹല അമ്മയെ നോക്കി. പകൽ വെട്ടിയിട്ട നാളികേരം രാത്രിയിൽ കാര്യസ്ഥൻ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. മായയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും രാമൻ നായർ, പല കാര്യസ്ഥന്മാരും യജമാനന്മാരെ കനപ്പിക്കുന്നത് ഇങ്ങനെയാണ്, പഹല പറഞ്ഞു. രാമൻ നായർ നാവിറങ്ങി പോയതുപോലെ നിന്നു. എടോ തെണ്ടി നായരെ! ശബ്ദം കേട്ട് ഏവരും തിരിഞ്ഞു. മാതൃമുത്തശ്ശി, നീ ഞങ്ങളോട് തന്നെ ഇത് ചെയ്തു അല്ലേ? എത്ര കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? മുത്തശ്ശി, ഒറ്റ അക്ഷരം പറയരുത് താൻ. എടുത്തുകൊണ്ടുവന്ന തേങ്ങ താൻ തന്നെ കൊണ്ടുപോയിക്കോ. ഇനി മേലിൽ ഈ തൊടിയിൽ കാൽ കുത്തി പോകരുത് താൻ, നന്ദിയില്ലാത്തവനെ. രാമൻ നായർ തറയിൽ കുത്തിയിരുന്നു. മുത്തശ്ശി തിരികെ വന്നു. പിന്നാലെ മറ്റുള്ളവരും. കുട്ടികൾ അകത്തേക്ക് പോകാൻ നേരം മുത്തശ്ശി വിളിച്ചു, ലക്ഷ്മി മോളെ. കാതരസ്വരം. 7 വർഷങ്ങൾക്ക് മുൻപുള്ള അതേ ശബ്ദം. പഹല അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. മുത്തശ്ശി. പിന്നെ പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. ഓടി വന്ന് പഹല മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. മായയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഏറെ നാളുകൾക്ക് ശേഷം അന്ന് മായാദേവി നല്ലതുപോലെ ഒന്നുറങ്ങി. കുറെ ദിവസങ്ങളായി മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന കടുത്ത ചിന്തകൾ ഒന്നോടെ പോയി മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മനസ്സിൽ നല്ല തെളിച്ചം. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉണർന്നിട്ടും കിടക്കയിൽ നിന്ന് എണീക്കാതെ കിടക്കുകയാണ് മായാദേവി. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം. എന്നും കിഴക്ക് വെള്ള കീറുമ്പോഴേ എണീക്കാറുണ്ടായിരുന്ന താൻ ഇന്നു നേരം പുലർന്നിട്ടും എണീക്കുന്നില്ല. അമ്മയും കുട്ടികളും തമ്മിൽ ഇങ്ങനെ ഒരടുപ്പം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് സ്വപ്നേഭി ചിന്തയില്ലായിരുന്നു. എത്രയോ രാത്രികളിൽ താൻ ഉറക്കമില്ലാതെ വെറുതെ കിടന്നു കരഞ്ഞു. കുട്ടികൾക്കും അമ്മയ്ക്കും പറയുവാൻ അവരുടേതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു. തനിക്കു മാത്രം അതൊന്നുമില്ല. 2 കൂട്ടരും പറയുന്നത് കേൾക്കുക, അവർക്കിടയിൽ കിടന്ന് നട്ടം തിരിയുക. ആരുടെയും പക്ഷം ചേർന്നില്ല അറിഞ്ഞുകൊണ്ട്. എന്നിട്ടും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി. ഇന്നലെ രാത്രി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു രാത്രിയായിരുന്നു അതെന്ന് മായയ്ക്ക് തോന്നിപ്പോയി. അമ്മയും കുട്ടികളും സന്തോഷം പങ്കുവച്ചപ്പോൾ ലക്ഷ്മി മോളെ എന്നുള്ള അമ്മയുടെ വിളി, മുത്തശ്ശി എന്നുള്ള മോളുടെ കൊഞ്ചൽ. അമ്മയും ഇതേവരെ എണീറ്റില്ലെന്ന് തോന്നുന്നു. ഉറങ്ങട്ടെ. മനസ്സിലെ വിഷമങ്ങളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ശരീരത്തിന് തളർച്ചയുണ്ടായി കാണും. ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട് പ്രഭാതത്തിലെ ഈ നേരിയ തണുപ്പിൽ ഇങ്ങനെ കിടക്കുന്നതിന് ഒരു പ്രത്യേക സുഖമുണ്ടെന്ന് മായാദേവി അറിഞ്ഞു. അടുക്കളയിൽ എന്തൊക്കെയോ കിടുങ്ങുന്നു. പാത്രങ്ങൾ കൂട്ടിമുട്ടുന്നു. വേലക്കാരി നേരത്തെ എത്തിയതാവും. പിന്നെയും ഓരോന്ന് ചിന്തിച്ചങ്ങനെ കിടന്നു. വാതിലിൽ ആരോ മുട്ടുന്നു. ഇന്നത് എന്തൊരുറക്കമാ അമ്മേ! പഹലായുടെ ശബ്ദം. ഇന്നിവൾ ഇത്ര വേഗമുണർന്നോ? മായയ്ക്ക് വിസ്മയം. ധൃതിയിൽ എണീറ്റു. മുടി പിന്നോട്ടൊതുക്കി കെട്ടി വസ്ത്രം നേരെയാക്കി ചെന്ന് വാതിൽ തുറന്നു. മനസ്സിൽ ഒരു കുളിര് വീണതുപോലെ. വിശ്വാസം വരാഞ്ഞ് മായാദേവി ഒന്നുകൂടി കണ്ണു ചിമ്മി നോക്കി. സത്യമാണ്, മുന്നിൽ സുസ്മേരവദനയായി പഹല. അവളുടെ കൈകളിൽ ആവി പറക്കുന്ന കാപ്പിക്കപ്പ്. അതിലെല്ലാം മായയെ അമ്പരിപ്പിച്ചത് മറ്റൊന്നാണ്. മോൾ രാവിലെ തന്നെ കുളിച്ച് കുറി തൊട്ടിരിക്കുന്നു. ഈറൻ മുടി പിന്നിൽ അറ്റം കെട്ടി കസവ് സെറ്റെടുത്ത് തികച്ചും ഒരു ഗ്രാമീണ കന്യകയായി. മോളെ. ഹൃദയത്തിൽ നിന്നുയർന്നു വന്ന ആഹ്ലാദം ഒരു വിധത്തിൽ അടക്കി മായ വിളിച്ചു. അമ്മയ്ക്ക് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. പഹല ചിരിച്ചു. കവിളിൽ നുണക്കുഴികൾ തെളിഞ്ഞു. കപ്പ് അമ്മയുടെ നേരെ നീട്ടി. കപ്പ് വാങ്ങി മേശപ്പുറത്ത് വെച്ചിട്ട് അമ്മ മകളെ ചേർത്തണച്ചു. നെറുകയിൽ ചുംബിച്ചു. ഒരു മാടപ്രാവിനെ പോലെ മകൾ അമ്മയോട് ചേർന്ന് നിന്നു. അമ്മയ്ക്ക് തൃപ്തിയായി മോളെ. പഹല വീണ്ടും ചിരിച്ചു. അവൾ അടുത്ത കാപ്പിക്കപ്പുമായി മുത്തശ്ശിയുടെ മുറിക്ക് മുന്നിലെത്തുമ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയായിരുന്നു മുത്തശ്ശി. കൃഷ്ണ തലയുയർത്തി നോക്കിയത് പഹലായുടെ മുഖത്തേക്ക്. താൻ കാണുന്നത് സത്യമെന്നുറപ്പായപ്പോൾ മുത്തശ്ശി കൈകൾ നീട്ടി മുന്നോട്ട് വന്നു. എന്റെ കുട്ടി. പിന്നെ അവളുടെ കയ്യിൽ പിടിച്ച് മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഇരിക്ക്. കിടക്കയിൽ പിടിച്ചു ഇരുത്തിയിട്ട് മുത്തശ്ശി പെട്ടി തുറന്നു. അതിൽ നിന്ന് ആഭരണങ്ങൾ ഓരോന്നായി പുറത്തെടുത്തു. പഴയ ഫാഷനാണെങ്കിലും ഇന്നും പുതുമ നഷ്ടപ്പെടാത്തവ ഓരോന്നായി അവർ അവളെ അണിയിച്ചു. എന്റെ കുട്ടിക്കായി മുത്തശ്ശി സൂക്ഷിച്ചിരുന്നതാണിതൊക്കെ. മുഴുവൻ ആഭരണങ്ങൾ അണിഞ്ഞു കഴിഞ്ഞപ്പോൾ പഹലയ്ക്ക് നല്ല ഭാരം തോന്നി. 100 പവനിൽ അധികം വരും. മോളൊന്ന് എണീറ്റ് നിന്നേ, മുത്തശ്ശി ഒന്ന് കാണട്ടെ. അവൾ അനുസരിച്ചു. മുത്തശ്ശി കണ്ണു നിറയെ കണ്ട് തൃപ്തിപ്പെട്ടു. വാ. അവളുടെ ആ കൈക്ക് പിടിച്ച് പുറത്തേക്ക് നടത്തി. എടി മായേ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. മായാദേവി ഓടി വന്നു. എങ്ങനെയുണ്ടെന്ന് നോക്ക്. മായ മകളെ നോക്കി അങ്ങനെ നിന്നു. നീ എന്റെ കുട്ടിക്ക് കണ്ണു വെക്കല്ലേ, മായ മകളെ തൊട്ട് പറഞ്ഞു.
എന്റെ കണ്ണും നാക്കും ഫലിക്കരുതേ. ഇപ്പോ അസല് ലക്ഷ്മി തന്നെയായില്ലേ എന്റെ ലക്ഷ്മി മോള്. മുത്തശ്ശിക്ക് അടക്കാൻ വയ്യാത്ത അഭിമാനം. ഹായ് ഫന്റാസ്റ്റിക്. പുറത്തേക്ക് വന്ന കൂട്ടുകാരികൾ വിസ്മയിച്ചു നിന്നു. നീ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഞങ്ങളെ കൂടി വിളിച്ചില്ലല്ലോടി. അവർ അവളുടെ ആഭരണങ്ങളിൽ തൊട്ടുനോക്കി. 1 സെക്കൻഡ്, ഒരു സ്നാപ്പ് എടുക്കാം. റോജ അകത്തേക്കോടി. നിമിഷങ്ങൾക്കുള്ളിൽ ക്യാമറയുമായി വന്നു. മുറ്റത്തെ തെങ്ങിൻ ചുവട്ടിൽ പഹലയെ ഒറ്റയ്ക്കും പിന്നെ മുത്തശ്ശിയെയും പഹലയെയും ചേർത്തും ഫോട്ടോകൾ എടുത്തു. അന്നു മുതൽ അറയ്ക്കൽ തറവാട്ടിൽ ഒരു പുതിയ അന്തരീക്ഷമായിരുന്നു. ആഹ്ലാദത്തിന്റെ മാത്രമായൊരു ലോകം. എപ്പോഴും പൊട്ടിച്ചിരികൾ. മുത്തശ്ശി കൊച്ചുകുട്ടിയാകുകയായിരുന്നു. കുട്ടികളുടെ കൂടെ എല്ലാം മറന്ന് അവരും കൂടി. കുട്ടികൾ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് ബ്രേക്ക് ഡാൻസ് കളിച്ചു. മുത്തശ്ശി കൗതുകത്തോടെ നോക്കിയിരുന്നു. അതുകഴിഞ്ഞ് പഹല ഒറ്റയ്ക്ക് ഭരതനാട്യം കളിച്ചു. മുത്തശ്ശി സ്തബ്ധയായി. ഈ കുട്ടിക്ക് ഇത്ര കഴിവോ? ഡൽഹിയിൽ വളർന്ന കുട്ടിക്ക് കാടൻ നൃത്തമല്ലാതെ മറ്റൊന്നും അറിയില്ലെന്നായിരുന്നു മുത്തശ്ശിയുടെ ധാരണ. കുട്ടികൾ മുത്തശ്ശിയുമായി മുറിയിലേക്ക് കയറി കഥ കിടക്കുന്നത് മായ കണ്ടു. എന്താ ഒരു ഒളിച്ചുകളി? ഒന്നുമില്ലെന്ന് പഹല കണ്ണിറുക്കി കാണിച്ചു. 10-15 മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് കണ്ടപ്പോൾ മായാദേവി പൊട്ടിച്ചിരിച്ചുപോയി. മിടിയും ടോപ്പും കൂളിംഗ് ഗ്ലാസും വെച്ച് ഒരു മോഡേൺ മുത്തശ്ശി. കുട്ടികൾ അതിന്റെ ഫോട്ടോ എടുത്തു. മുത്തശ്ശിയെ കണ്ണാടിക്ക് മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. തന്റെ വേഷം കണ്ട് അമ്പരന്നു പോയ മുത്തശ്ശി കുട്ടികളെ ഓടിച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും കുട്ടികളോട് ആലോചിക്കാതെ മുത്തശ്ശി ഒന്നും ചെയ്യില്ലെന്ന സ്ഥിതിയായി. മിക്കവാറും ദിവസങ്ങളിൽ കുട്ടികളെയും കൂട്ടി നടവരമ്പിലൂടെ അമ്പലത്തിലേക്ക് പോകും. ഒരിക്കൽ കുട്ടികളെ നോക്കി എന്തോ പറഞ്ഞു ചിരിച്ചതിന് 4-5 യുവാക്കന്മാർക്ക് മുത്തശ്ശിയുടെ വക പൊതിരെ ചീത്ത വിളി കിട്ടി. പട്ടിയെ പേടിയായിരുന്ന മുത്തശ്ശി ഇപ്പോൾ കുട്ടികളുടെ കൂടെ പട്ടിയെ കുളിപ്പിക്കാൻ വരെ കൂടും. അന്നത്തെ സംഭവത്തിന് ശേഷം രാമൻ നായർ അവിടേക്ക് വന്നതുകൂടിയില്ല. മുത്തശ്ശി സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന കൈനറ്റിക് ഹോണ്ടയിൽ കയറിയിരുന്നപ്പോൾ പഹല ചോദിച്ചു, മുത്തശ്ശിക്ക് ഇതിൽ സഞ്ചരിക്കണോ? വേണ്ട മോളെ, ഇതിന്നെങ്ങാനും ഒന്ന് വീണുപോയാൽ അർദ്ധസമ്മതം. പേടിക്കണ്ടെന്നേ, എന്നെ കെട്ടിപ്പിടിച്ചങ്ങിരുന്നാൽ മതി. അവൾ കയറിയിരുന്നു. മറ്റു കുട്ടികൾ മുത്തശ്ശിയെ പിടിച്ചിരുത്തി. മായ അമ്പരന്നു. പഹല ഹോണ്ട സ്റ്റാർട്ട് ചെയ്തു. മുത്തശ്ശിക്ക് നിലവിളിക്കണമെന്ന് തോന്നി. അവർ അവളെ കെട്ടിപ്പിടിച്ച് കണ്ണടച്ചങ്ങിരുന്നു. ഭാഗം 14. അറയ്ക്കൽ തറവാട്ടിലേക്ക് ഒരു ടെലഗ്രാം കൂടി. പഹലായിക്കായിരുന്നു അത്. ഹായ്. അവൾ സന്തോഷത്തോടെ മുത്തശ്ശിയെ നോക്കി. എന്താ ലക്ഷ്മി മോളെ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി നിവർന്നിരുന്നു. അച്ഛൻ മറ്റന്നാൾ വരുന്നു. ധർമ്മനോ? ആ അമ്മേ, അച്ഛൻ വരുന്നു, പഹല വിളിച്ചു പറഞ്ഞു. മായാദേവിയുടെ ചുണ്ടിൽ ഒരു ചിരി മുട്ടിട്ടു. പക്ഷെ പഹലയുടെ മുഖത്ത് പെട്ടെന്ന് മ്ലാനത പടർന്നു. എന്നെ കൊണ്ടുപോകാനാണ് അച്ഛൻ വരുന്നത്. മുത്തശ്ശി അമ്പരപ്പിൽ തലയുയർത്തി. ഞാൻ ഒരു കൂട്ടം പറഞ്ഞാൽ മുത്തശ്ശി അത് സാധിച്ചു തരുമോ? മുത്തശ്ശിയെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട. എങ്കിൽ എന്നെ അച്ഛന്റെ ഒപ്പം അയക്കരുത്. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അത്രയുള്ളോ കാര്യം? മുത്തശ്ശി ഏറ്റിരിക്കണു. നിന്റെ സമ്മതം കൂടാതെ ഒറ്റയാളും ഇവിടെ നിന്ന് നിന്നെ കൊണ്ടുപോവില്ല. മുത്തശ്ശിയാണ് പറയണത്. കൂട്ടുകാരികൾ മുഖാമുഖം നോക്കി പരിഭ്രമത്തോടെ. പഹല, നീ അങ്ങനെ പറഞ്ഞാൽ? അവൾ കൂട്ടുകാരികളെ തുറച്ചു നോക്കി. നിങ്ങൾ ഒന്നും പറയണ്ട മോള്, പേടിക്കണ്ടടി. മുത്തശ്ശി ധൈര്യം പകർന്നു കൊടുത്തു. ധർമ്മനോട് ഞാൻ പറഞ്ഞോളാം. എന്നാലും എന്നെ കൊണ്ടുപോയേ പറ്റൂന്ന് അച്ഛൻ വാശി പിടിച്ചാൽ അത് നടക്കില്ല. അത്ര തന്നെ. മുത്തശ്ശി പറയണതിനപ്പുറം നടക്കില്ല. മോള് വിഷമിക്കാതിരിക്കെ. ഒരഭയത്തിനെന്നവണ്ണം പഹല മുത്തശ്ശിയുടെ മടിയിൽ തല ചായ്ച്ചിരുന്നു. മുത്തശ്ശി സ്നേഹത്തോടെ ആ മുടിയിഴകളിൽ തഴുകിക്കൊണ്ടിരുന്നു. പിന്നീട് മുറിയിൽ വെച്ച് അവളെ തനിച്ചു കിട്ടിയപ്പോൾ കൂട്ടുകാരികൾ തിരക്കി. നീ എന്ത് ഭ്രാന്താണീ പറയുന്നത്? എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടാണ് ധർമ്മൻ അങ്കിൾ വരുന്നത്. അപ്പോൾ നീ എതിർത്ത് നിന്നാൽ എനിക്ക് ഇവിടം വിട്ടുപോകാൻ കഴിയില്ല. പഹല തീർത്തു പറയുന്നു. ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് എന്റെ അമ്മയോടും മുത്തശ്ശിയോടും ഒപ്പം കഴിയണം. അതിനിയും സമയമുണ്ടല്ലോ. അഥവാ സാധിച്ചില്ലെങ്കിലോ? എന്തോ എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. ഒക്കെ നിന്റെ തോന്നലുകളാണ്. ഒന്നും സംഭവിക്കില്ല. അച്ഛൻ വരുന്നുവെന്ന് കേട്ടപ്പോൾ മുതൽ പഹലായ്ക്കുണ്ടായ മാറ്റം മായാദേവി ശ്രദ്ധിക്കുന്നു. ഈ കുട്ടിക്ക് എന്തുപറ്റി? സമയത്ത് ഭക്ഷണം കഴിക്കുകയില്ല, കുളിയില്ല, തമാശ പറയില്ല, സംസാരം പോലും വളരെ കുറച്ചായിരിക്കുന്നു. എപ്പോഴും കടുത്ത ചിന്തയാണ്. കഴിവതും ഒറ്റയ്ക്കിരിക്കുവാൻ ശ്രമിക്കുന്നു. മറ്റു കുട്ടികളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഒരു ഉച്ച കഴിഞ്ഞ നേരം നാളെയാണ് പഹലായുടെ അച്ഛൻ എത്തുന്നത്. അവൾ കുളക്കരയിൽ വെറുതെ ഇരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുന്നു. ഇടയ്ക്കിടെ യാന്ത്രികമായി എന്ന വണ്ണം ചെറുകല്ലുകൾ പെറുക്കി കുളത്തിലെ നിശ്ചലമായ ജലത്തിലേക്ക് എറിയുന്നു. ഒറ്റ നോട്ടത്തിലെ അറിയാം മനസ്സിവിടെയെങ്ങുമല്ലെന്ന്. കുറച്ചു നേരമായി മായ മകളുടെ പിന്നിൽ നിൽക്കുന്നു. അവർ അടുത്തെത്തിയതുകൂടി അവൾ അറിഞ്ഞിട്ടില്ല. കുറെ നേരം ഈ നില തുടർന്നു. മോളെ, മായ പതിയെ വിളിച്ചു. അവൾ ഞെട്ടി ഉണർന്ന് തിരിഞ്ഞു നോക്കി. ആ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നത് മായ കണ്ടു. മോള് കരയുകയായിരുന്നോ?
ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ കണ്ണു തുടച്ചു. മോൾക്ക് പോണതിഷ്ടമല്ലെങ്കിൽ പോകണ്ട, അതിനിത്രമാത്രം വിഷമിക്കണതെന്തിനാ? അച്ഛൻ എന്നെ കൊണ്ടുപോകും. ഇല്ലെന്നേ അമ്മയും മുത്തശ്ശിയും പറയാം, എന്നാലും അച്ഛൻ കൊണ്ടുപോകും. അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആരു പറഞ്ഞാലും അച്ഛൻ കേൾക്കില്ല, എന്നെ കൊണ്ടുപോകും. മായ മകളെ മിഴിച്ചു നോക്കി അങ്ങനെ നിന്നു. അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം എത്തി. പഹലയുടെ അച്ഛൻ ധർമ്മൻ. 55 കഴിഞ്ഞെങ്കിലും അരോഗദൃഢഗാത്രനാണ് അദ്ദേഹം. കട്ടിയുള്ള മേൽമീശയും പകുതി കഷണ്ടി ബാധിച്ച ശിരസും. അച്ഛനെ കണ്ടതേ പഹല മുത്തശ്ശിയോട് ചേർന്ന് നിന്നു. ധർമ്മൻ എല്ലാവരെയും നോക്കി ചിരിച്ചു. ആ കണ്ണുകൾ പഹലായിൽ പതിഞ്ഞപ്പോൾ അവളൊന്ന് ഞെട്ടിയതുപോലെ മുത്തശ്ശിക്ക് തോന്നി. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം അകത്തുപോയി വേഷം മാറി കുളത്തിൽ കുളി കഴിഞ്ഞു വന്ന ധർമ്മൻ എല്ലാവരോടുമായി പറഞ്ഞു, നാളെ കഴിഞ്ഞു പുറപ്പെടണം. സീറ്റ് റിസർവ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും അപ്പോൾ തീൻമുറിയിലായിരുന്നു. പഹല വായിലേക്ക് വയ്ക്കാൻ തുടങ്ങിയ ചോറ് കയ്യിൽ നിന്ന് ഊർന്ന് പാത്രത്തിലേക്ക് തന്നെ വീണു. അല്ല ധർമ്മ, ഞാനൊന്ന് ചോദിക്കട്ടെ? മുത്തശ്ശി പറഞ്ഞു തുടങ്ങി. ഇത്രയും കാലം അവൾ അവിടെയല്ലായിരുന്നോ? ഇനി കുറെ കാലം ഇവിടെ നിൽക്കട്ടെ. അവൾക്കും അതാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു. ഒക്കെ ശരി തന്നെ. അവളെ ഒന്ന് നോക്കിയിട്ട് ധർമ്മൻ പറഞ്ഞു. എന്നാലും അത് ശരിയാവില്ല. എന്തുകൊണ്ട്? മുത്തശ്ശിയുടെ സ്വരം അല്പം ഉയർന്നു. നിന്റെ ഭാര്യയ്ക്കും എനിക്കും ഇവളെ നോക്കാൻ അറിയില്ല എന്നാണോ നിന്റെ വിചാരം? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേ. എന്റെ അരികിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇവൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നതാണ്. പക്ഷേ ഇത്തവണ എനിക്കിവളെ കൊണ്ടുപോയേ പറ്റൂ. എന്തിന്? നീ അത്ര നിർബന്ധം പിടിക്കുന്നതിന്റെ കാരണമാണ് എനിക്കറിയാത്തത്. ധർമ്മൻ പഹലായെ ഒന്നുകൂടി നോക്കി. അവൾ തല കുനിച്ചു കളഞ്ഞു. അതിപ്പോ ധർമ്മൻ പരിങ്ങി. അടുത്ത വർഷം മുതൽ ഇവളെ ഞാൻ ഇവിടെ നിർത്താം. പറ്റില്ല, മുത്തശ്ശി തീർത്തു പറഞ്ഞു. എന്റെ കുട്ടിയെ നിന്നോടൊപ്പം അയക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മോളെ നീ. ധർമ്മൻ സങ്കടത്തിൽ പഹലയോടെന്തോ പറയാൻ ഭാവിച്ചത് അബദ്ധം എന്ന് തോന്നിയതിനാൽ പെട്ടെന്ന് നിർത്തി. വേണ്ട അച്ഛ, ഞാൻ വരുന്നില്ല. എന്താ കുഞ്ഞെ ഇങ്ങനെ? അച്ഛൻ എന്നെ സങ്കടപ്പെടുത്തരുത്. അത് തന്നെയാണ് മോളോട് അച്ഛനും പറയാനുള്ളത്. അയാൾ പഹലായുടെ കൂട്ടുകാരികളോട് തിരക്കി. നിങ്ങൾക്കെങ്കിലും ഇവളെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൂടെ? ഞങ്ങൾ ആകുന്നത്ര പറഞ്ഞു നോക്കിയതാണെങ്കിൽ. പഹല ആഹാരം മതിയാക്കി എണീറ്റു. ധർമ്മനും പിന്നീട് ഒന്നും കഴിക്കുവാൻ കഴിഞ്ഞില്ല. പഹല തനിയെ ഒരു മുറിയിൽ കയറി കതകടച്ചിരിപ്പായി. ആരൊക്കെ വിളിച്ചിട്ടും അവൾ വാതിൽ തുറന്നില്ല. എന്നെ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞാൽ കതക് തുറക്കാം. കടുത്ത തീരുമാനം. കൂട്ടുകാരികളും മുത്തശ്ശിയും മാറി മാറി വാതിലിൽ മുട്ടി വിളിച്ചു. അവൾ അനുസരിക്കുന്ന മട്ടില്ല. ധർമ്മൻ അസ്വസ്ഥതയോടെ ഉലാത്തി. എന്തായാലും തനിക്കിവളെ കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ല. എല്ലാ ഏർപ്പാടുകളും പൂർത്തിയാക്കിയിട്ടാണ് ഈ വരവ്. മുത്തശ്ശി അയാൾക്കരികിലേക്ക് വന്നു. എന്നാലും ധർമ്മ, നീ ഇത്ര മനുഷ്യപ്പിറവില്ലാത്തവനായി പോയല്ലോ. ആ പാവം കുട്ടിയെ കൂടെ കൊണ്ടുപോകാൻ ശഠിക്കണു. അവൾ എന്ത് ദ്രോഹമാടാ നിന്നോട് ചെയ്തത്? അമ്മേ, ധർമ്മന്റെ സ്വരം പതറി. അവൾ ഒരു എറുമ്പിനെ പോലും ദ്രോഹിച്ചിട്ടില്ല. അങ്ങനെയുള്ള കുട്ടിയെ നീയായിട്ട് ദ്രോഹിക്കാൻ ശ്രമിക്കണതെന്തിനാ? ഇത് ദ്രോഹമല്ല അമ്മേ. പിന്നെ അത് പറഞ്ഞാൽ ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ല. മുത്തശ്ശി മറുപടി പറയാൻ ഭാവിക്കുമ്പോൾ മായാദേവിയും അവിടേക്ക് വന്നു. അവളുടെ മുഖത്തും തന്നെ കുറ്റപ്പെടുത്തുന്ന നോട്ടമാണെന്ന് ധർമ്മൻ തിരിച്ചറിഞ്ഞു. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയതുകൊണ്ടാവാം ധർമ്മൻ പുറത്തേക്കിറങ്ങി കുളക്കരയിലേക്ക് നടന്നു. അപ്പോൾ ആ മുഖം വല്ലാതെ വിളറിയിരുന്നു. രാത്രി അത്താഴം കഴിക്കാനും പഹല മുറി തുറന്നില്ല. മോളെ, അച്ഛനല്ലേ പറയുന്നത്, വാതിൽ തുറക്ക്. ധർമ്മൻ കഴിവതും മയത്തിലാണ് സംസാരിച്ചത്. ഇല്ല, എന്നെ കൊണ്ടുപോവില്ല എന്ന് പറയൂ. എല്ലാ കാര്യവും അറിയാവുന്ന മോള് തന്നെ ഇങ്ങനെ വാശി പിടിച്ചാലോ? മോളോട് ആലോചിച്ചിട്ട് തന്നെയല്ലേ അച്ഛൻ ഏർപ്പാടുകൾ ഉണ്ടാക്കിയത്. ഒക്കെ ശരിയാണച്ഛ, എന്നാലും എനിക്കിവിടം വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല. മോളെ, അച്ഛൻ ക്ഷമിക്കണം. ധർമ്മൻ നിസ്സഹായയായി. അന്ന് അറക്കൽ തറവാട്ടിൽ ആരും അത്താഴം കഴിച്ചില്ല. നേരം വല്ലാതെ ഇരുട്ടുമ്പോഴും ഉമ്മറത്ത് കുത്തിയിരിക്കുകയായിരുന്നു അവർ. ധർമ്മ, മുത്തശ്ശി വിളിച്ചു. അയാൾ തലയിളക്കി. ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. ആരൊക്കെ പറഞ്ഞാലും ലക്ഷ്മി മോളെ ഇനി ഇവിടെ നിന്നും വിടുന്ന പ്രശ്നമില്ല. അമ്മേ, ധർമ്മൻ ഉച്ചത്തിൽ വിളിച്ചു. അത് പാടില്ലമ്മേ. എന്തുകൊണ്ട്? അത് പിന്നെ അങ്കിൾ, പഹലായുടെ കൂട്ടുകാർ മുന്നറിയിപ്പ് എന്നവണ്ണം വിളിച്ചു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന എന്തോ ഉണ്ട്. എന്നെയും മായയെയും പൊട്ടികളാക്കുകയാ. പറയണം, അറിഞ്ഞേ പറ്റൂ. ധർമ്മൻ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് മുത്തശ്ശിയെ നോക്കി. ഭാഗം 15. പൊട്ടിക്കരയുകയായിരുന്നു ധർമ്മൻ. ഇനിയെല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് കൂടുതൽ തെറ്റിദ്ധാരണയ്ക്ക് വഴിയൊരുക്കുകയുള്ളൂ എന്ന് തോന്നിയതിനാലാവും അയാൾക്ക് എല്ലാം പറയുവാൻ തയ്യാറായത്.
മുഴുവൻ കേൾക്കുവാൻ കാത്തിരുന്നില്ല. മായാദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിക്കളഞ്ഞു. കിടക്കയിൽ വീണ് നിലവിളിക്കുകയാണവർ. ശരീരം മുഴുവൻ മുളകരച്ച് തേച്ചതുപോലെയുള്ള നീറ്റലിൽ പിടഞ്ഞുപോയി മായ. ഇതെന്തൊരു വാശിയാണ് ഈശ്വര! ആര് ചെയ്തു പോയ പാപത്തിന്റെ ഫലം? ഈ നിമിഷം അങ്ങ് മരിച്ചു പോയിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് ഏറെ ആശ്വാസം. എന്നാലും ഇതൊന്നും കാണാനും കേൾക്കാനും വയ്യേ. പഹലയുടെ കൂട്ടുകാരികളും നിലവിളി തന്നെ. എല്ലാം അറിഞ്ഞിരുന്നിട്ട് കൂടി അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. മുത്തശ്ശി മാത്രം ഒറ്റയിരിപ്പാണ്. ആ കണ്ണുകളിൽ നനവുണ്ടെങ്കിലും വിതുമ്പൽ പുറത്തു വരുന്നില്ല. യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുവാനാവാതെ ഒരുതരം മരവിപ്പ് ബാധിച്ചിരിക്കുകയാണ് വൃദ്ധ മനസ്സിൽ. ലക്ഷ്മി മോളുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഇല്ല, അത് നടക്കില്ല. മുത്തശ്ശി മനസ്സിൽ അങ്ങനെ ഉറപ്പിക്കുകയാണ്. പക്ഷേ വിധിയുടെ നിയോഗം അങ്ങനെയാണെങ്കിൽ? ധർമ്മന്റെ വാക്കുകൾ ഇടിമുഴക്കം മാതിരി മനസ്സിൽ അങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. 7 വർഷം മോളെ ഇവിടേക്ക് അയക്കാതിരുന്നത് ഇതുകൊണ്ട് തന്നെയാണമ്മേ. ഓരോ വർഷവും സമ്മർ വെക്കേഷൻ കാലത്ത് അവൾ ഷാഠ്യം പിടിക്കുമായിരുന്നു. നാട്ടിൽ പോകണമെന്നും മുത്തശ്ശിയെ കാണണമെന്നും. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. ഞാനില്ലാത്തപ്പോൾ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. അന്നൊന്നും മോൾക്കറിയില്ലായിരുന്നു അവൾക്കിങ്ങനെയൊരു അസുഖമുണ്ടെന്ന്. ആ രാത്രി അവൾക്കാദ്യമായി അസുഖമുണ്ടായ, കനത്ത മഴയും ഇടിമിന്നലുമുള്ള ആ രാത്രി ഒരിക്കലും എനിക്കത് മറക്കാൻ കഴിയില്ല അമ്മേ. പല്ലുകൾ കോർത്തു പിടിച്ച് ശരീരം ഒരു അപസ്മാര രോഗിയുടേതുപോലെ വിറഞ്ഞു തുള്ളി. പക്ഷേ ആ യാഥാർത്ഥ്യം ഡോക്ടറിൽ നിന്ന് അറിഞ്ഞപ്പോൾ, അതും 4 വർഷങ്ങൾക്ക് ശേഷമാണ് രോഗനിർണയം നടന്നത്. വിചിത്ര രോഗം. പെട്ടെന്ന് ഹൃദയം നിശ്ചലമാകുക. 1-2 തവണ കൃത്രിമ ശ്വാസം വേഗത്തിൽ കൊടുക്കുവാൻ സാധിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. പിന്നെ തന്റെ രോഗത്തെക്കുറിച്ച് അവൾക്ക് ബോധ്യം വന്നപ്പോൾ അവളാണ് എന്നെ ആശ്വസിപ്പിച്ചത്. അമേരിക്കയിൽ പോയി ഒരു ഓപ്പറേഷൻ നടത്തിയാൽ ചിലപ്പോൾ നമ്മുടെ കുട്ടി രക്ഷപ്പെട്ടേക്കും. 25% സാധ്യതയുണ്ട്. അതിന് നിർബന്ധിച്ചപ്പോഴാണ് അവൾ ഇങ്ങനെ ഒരു ഉപാധി മുന്നോട്ട് വച്ചത്. നാട്ടിൽ വന്ന് കുറെ ദിവസങ്ങൾ നിന്നിട്ടാണെങ്കിൽ ഞാൻ വരാം. അച്ഛൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തോളൂ. അവളെ തനിയെ വിടാൻ എനിക്ക് ഭയമായിരുന്നു. അതുകൊണ്ടാണ് കൂട്ടുകാരികളെ കൂടി അയച്ചത്. ഒരുപക്ഷെ ഇതെന്റെ കുട്ടിയുടെ അവസാനത്തെ വെക്കേഷൻ ആണെങ്കിലോ? കഴിഞ്ഞ വെക്കേഷനുകളിലൊക്കെ കൂട്ടുകാരികളുടെ വീടുകളിലായിരുന്നു എന്ന് പറഞ്ഞത് വെറും കളവാണ്. ഇതൊന്നും ഇവിടെ ആരും അറിയരുതെന്നുണ്ടായിരുന്നു. മറ്റൊന്നിനുമല്ല. നിങ്ങളെയൊക്കെ കൂടി വിഷമിപ്പിക്കുന്നതെന്തിനാ? മറ്റന്നാൾ കഴിഞ്ഞ് അവളെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകണം. മറ്റന്നാളത്തെ വിമാനത്തിന് ഞങ്ങൾക്ക് ഡൽഹിക്ക് പോകണം. അമേരിക്കയ്ക്ക് കൊണ്ടുപോകേണ്ട ഡ്രസ്സുകൾ വരെ പായ്ക്ക് ചെയ്തു വെച്ചിട്ടാണ് എന്റെ വരവ്. മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. അമ്മ പറഞ്ഞാൽ അവൾ കേൾക്കും. അമ്മ പറയണം. നേരം ഒരുപക്ഷെ അർദ്ധരാത്രിയായി കാണും. മുത്തശ്ശി അപ്പോഴും ഇരിപ്പ് തുടരുകയാണ്. ഇപ്പോൾ ആ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. പക്ഷെ ഉറങ്ങുകയല്ല. കടുത്ത ചിന്തയിലാണ്. അവസാനം മുത്തശ്ശി മന്ത്രിക്കും പോലെ പറഞ്ഞു, ധർമ്മൻ, ഞാൻ ലക്ഷ്മി മോളോട് പറയാം. ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കുമെന്നാണ് എന്റെ വിശ്വാസം. ധർമ്മൻ അതിന് പ്രതികരിച്ചില്ല. ധർമ്മനെങ്കിൽ ഒന്ന് ഓടിവാ. അകത്തു നിന്നും കുട്ടികളുടെ പരിഭ്രാന്തി നിറഞ്ഞ ശബ്ദം. ധർമ്മൻ പിടഞ്ഞെണീറ്റു. അകത്തേക്കോടി. പിന്നാലെ മുത്തശ്ശിയും. അപ്പുറത്തുനിന്ന് മായയും ഓടി വന്നു. അടഞ്ഞു കിടന്നിരുന്ന വാതിലിന് മുന്നിലായിരുന്നു കുട്ടികൾ. അങ്കിൾ പഹലായിക്ക്. അയാൾ കാതോർത്തു. അകത്ത് വല്ലാത്തൊരു തരം ശബ്ദം. പിടച്ചിലിന്റെയോ പരവശദാഹത്തിന്റെയോ. ധർമ്മൻ വാതിലിൽ തള്ളി നോക്കി. മോളെ, പഴയ മാതൃകയിലുള്ള വാതിലായതിനാൽ ഒരു ചലനം കൂടിയില്ല. ചവിട്ടി തുറക്ക് ധർമ്മ, മുത്തശ്ശി പറഞ്ഞു. ധർമ്മൻ ഞാഞ്ഞു ചവിട്ടി. വാതിലിന്റെ സാക്ഷ ഒടിഞ്ഞു. മുറിക്കുള്ളിൽ ഇരുട്ടായിരുന്നു. തപ്പിത്തടഞ്ഞ് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ കണ്ട കാഴ്ച. മോളെ, മായ അലറിക്കരഞ്ഞു. കുഞ്ഞെ, മുത്തശ്ശി പിടഞ്ഞുപോയി. അത്തരമൊരു രംഗമായിരുന്നു അവിടെ. നേരത്തെ ധർമ്മൻ പറഞ്ഞതുപോലെ തന്നെ ക്രമേണയായി അവളുടെ ചലനം നിലയ്ക്കുകയാണ്. മുത്തശ്ശിയുടെ കണ്ണുകളിൽ ഇരുൾ നിറഞ്ഞു. അവൾ പിന്നോട്ട് മറിഞ്ഞപ്പോൾ നാൻസി താങ്ങി. ധർമ്മൻ മകളെ കൈകളിൽ കോരിയെടുത്തു. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ടാക്സി കിട്ടുമോ മായേ? ഇല്ല, എനിക്കറിയില്ല. റോജ, കമോൺ, ഹോണ്ടായി എടുക്ക്. അവൾ വണ്ടി ഇറക്കി സ്റ്റാർട്ട് ചെയ്തു. ധർമ്മൻ പഹലയെയും തോളിൽ കിടത്തിക്കൊണ്ട് പിന്നിൽ കയറി. വല്ലാത്തൊരു യാത്രയായിരുന്നു അത്. വണ്ടി മറിയാതിരിക്കാൻ റോജ വളരെ പാടുപെട്ടു. ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പുറത്തെ ചാരുബെഞ്ചിൽ തളർന്നിരിക്കുകയാണ് ധർമ്മനും മായയും മുത്തശ്ശിയും കുട്ടികളുമെല്ലാം. പഹലായിക്ക് ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല. ഒരാളെ പോലും അകത്തേക്ക് വിടുവാൻ ഡോക്ടർമാർ അനുവദിച്ചില്ല. മുത്തശ്ശി അറിയാവുന്ന ക്ഷേത്രങ്ങളിലേക്കൊക്കെ നേർച്ചകൾ നേർന്നു കഴിഞ്ഞു. നേരം പുലർന്നിട്ട് ഒരുപാട് നേരമായിരിക്കുന്നു. ആരും ജലപാനം പോലും കഴിച്ചിട്ടില്ല. അങ്ങനെയിരിക്കെ ചില്ലുവാതിൽ തുറക്കപ്പെട്ടു. ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, ധർമ്മൻ ചോദ്യഭാവത്തിൽ നോക്കി. സ്വബോധം വീണിട്ടുണ്ട്.
അവർക്ക് ആശ്വാസമായി. ഓരോരുത്തർക്കും അകത്തേക്ക് പോയി കാണാം, ഞാൻ പോകാം ആദ്യം. മുത്തശ്ശി മുന്നോട്ട് നീങ്ങി. കിടക്കയിൽ തളർന്നു കിടക്കുന്ന പഹല ട്രിപ്പ് സ്റ്റാൻഡിൽ തൂങ്ങിക്കിടക്കുന്ന ഗ്ലൂക്കോസ് ബോട്ടിലിൽ നിന്നും തുള്ളിത്തുള്ളിയായി അവളുടെ കൈത്തണ്ടയിലേക്ക് അത് ഒഴുകിയെത്തുന്നു. തൊട്ടപ്പുറത്ത് ഓക്സിജൻ സിലിണ്ടർ. മുത്തശ്ശിയെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ഒരു വിളറിയ ചിരിയുണ്ടായി. കരയാതിരിക്കാൻ മുത്തശ്ശി പാടുപെടുകയായിരുന്നു. എന്നിട്ടും ചിരിക്കാൻ മാത്രം ശ്രമിച്ചു. അടുത്ത ദിവസം രാവിലെ യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ് ധർമ്മൻ. ഹോസ്പിറ്റലിലെ മുറിയിൽ താൻ എങ്ങോട്ടുമില്ലെന്ന വാശിയിലാണ് പഹല. മുത്തശ്ശി അവൾക്കരികിലിരുന്നു. കൂട്ടുകാരികൾ തങ്ങളുടെ ബാഗുമായി എത്തിക്കഴിഞ്ഞു. കൈനറ്റിക് ഹോണ്ടകൾ TVS വഴി അയക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിരുന്നു. ഈ അവസ്ഥയിൽ മകളുടെയും ഭർത്താവിന്റെയും ഒപ്പം പോകുവാൻ തയ്യാറായിരിക്കുകയാണ് മായാദേവിയും. അക്കാര്യത്തിൽ അവളെ നിർബന്ധിച്ചത് മുത്തശ്ശി തന്നെയായിരുന്നു. മോളെ, പഹലായുടെ കൈകൾ തന്റെ കൈപ്പിടിയിൽ മുറുക്കിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി മോളോട് അപേക്ഷിക്കുകയാണെന്ന് കരുതിയാൽ മതി. മോൾ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം പോകണം. എന്റെ കുട്ടി പേടിക്കുന്ന മാതിരി ഒന്നും സംഭവിക്കില്ല. അടുത്ത വർഷം ഈ നേരത്ത് മുത്തശ്ശിയുടെ കൂടെ തറവാട്ടിൽ എന്റെ കുട്ടി ഉണ്ടായിരിക്കും. പിന്നീട് നിന്നെ ഞാൻ ഒരിടത്തേക്കും വിടില്ല. എന്റെ മരണം വരെയെങ്കിലും നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ പോണില്ല മുത്തശ്ശി. ഒരു മെഡിക്കൽ സയൻസിനും ഓപ്പറേഷനും എന്നെ നീ രക്ഷിക്കാൻ കഴിയില്ല. കഴിയും കുഞ്ഞെ, നിന്റെ ജീവൻ കൊണ്ടുപോകാൻ ആർക്കും കഴിയില്ല. നീ ഓപ്പറേഷൻ കഴിഞ്ഞു വന്നിട്ട് വേണം മുത്തശ്ശിയെയും പിന്നിലിരുത്തി ബൈക്ക് ഓടിക്കുവാൻ. ധർമ്മൻ വാച്ച് നോക്കി. സമയം അതിക്രമിക്കുകയാണ്. ഇപ്പോഴെങ്കിലും പോയെങ്കിലേ സമയത്തിന് എയർപോർട്ടിൽ എത്താൻ കഴിയൂ. എമർജൻസി സീറ്റിൽ മായയെ കൊണ്ടുപോകാമെന്ന് ധർമ്മൻ ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞാലും എന്റെ കുട്ടി അനുസരിക്കില്ലെന്നുണ്ടോ? മുത്തശ്ശിയുടെ സ്വരം പതറി. ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമെന്ന് മുത്തശ്ശി വെറുതെ ആശിച്ചു പോയല്ലോ മോളെ. പഹല നിറഞ്ഞ കണ്ണുകളോടെ മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി, എല്ലാവരും നിർബന്ധിക്കുകയാണ് അവളെ. അച്ഛനും അമ്മയും കൂട്ടുകാരികളും. ഞങ്ങൾ പറയുന്നത് കേൾക്കൂ മോളെ. അവൾ ഓരോ മുഖങ്ങളിലേക്കും സൂക്ഷിച്ചു നോക്കി. മുത്തശ്ശി വീണ്ടും നിർബന്ധിക്കുന്നു. ശരി, ഞാൻ പോകാം മുത്തശ്ശി. പോയിട്ട് വരാമെന്ന് പറയൂ കുഞ്ഞെ. ഞാൻ തിരിച്ചു വരുമെന്ന് മുത്തശ്ശിക്ക് വിശ്വാസമുണ്ടല്ലോ. അത് മതി. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത്. മുത്തശ്ശിയും പഹലായും കെട്ടിപ്പിടിച്ചു. എങ്കിൽ ഇനി താമസിപ്പിക്കേണ്ട. ധർമ്മൻ എണീറ്റു. വിമാനത്താവളത്തിലേക്ക് ഞാൻ വരുന്നില്ല. നിങ്ങൾ പോകുന്ന വിമാനം ഞാൻ ഇവിടെ നിന്ന് കണ്ടുകൊള്ളാം. പഹല എയർപോർട്ടിൽ വെച്ച് യാത്ര പറയുന്ന രംഗം മുത്തശ്ശിക്ക് ചിന്തിക്കുവാനേ കഴിയുമായിരുന്നില്ല. ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് എല്ലാവരും മുത്തശ്ശിയോട് യാത്ര പറയുകയാണ്. എത്ര നിയന്ത്രിച്ചിട്ടും മുത്തശ്ശിക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. ആഹാ, മുത്തശ്ശി കരയുന്നോ? റോജ മുത്തശ്ശിയുടെ കരം കവർന്നു. അടുത്ത സമ്മർ വെക്കേഷനിലും ഞങ്ങൾ വരും പഹലായുടെ കൂടെ. പിന്നെ പാവം ലംബോദരനോട് പറഞ്ഞേക്കണം, ഞങ്ങൾ മനഃപൂർവ്വം അയാളെ ദ്രോഹിച്ചതല്ലെന്ന്. ഒരു തമാശയായിരുന്നു എല്ലാം. മുത്തശ്ശി തലകുലുക്കി. പോയിട്ട് വരട്ടെ മുത്തശ്ശി. പഹലയാണ് അവസാനം യാത്ര ചോദിച്ചത്. മുത്തശ്ശി അവളുടെ തലയിൽ കൈവച്ച് കണ്ണടച്ചു നിന്നു. തന്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും തന്റെ പേരക്കുട്ടിക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന് അവർ മനമുരുക്കി പ്രാർത്ഥിച്ചു. പഹലായുടെ നെറുകയിൽ മുത്തശ്ശി മുത്തം കൊടുത്തു. കാറിൽ കയറുമ്പോൾ അവളും കരഞ്ഞുപോയി. കാർ മെല്ലെ നീങ്ങി. പെട്ടെന്ന് താൻ ഒറ്റപ്പെട്ടതുപോലെ മുത്തശ്ശിക്ക് തോന്നി. കാറിൽ നിന്നും 7 കരങ്ങൾ പുറത്തേക്ക് നീണ്ടു. ടാറ്റ. അറിയാതെ മുത്തശ്ശിയുടെ കൈകളും ഉയർന്നു. സമ്മർ വെക്കേഷൻ ഇവിടെ അവസാനിക്കുന്നു.